അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എന്താണ് ട്രാൻസ്ജെൻഡർ ബില്ല് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിവുണ്ടായിരിക്കില്ല. അതിനെപ്പറ്റി ചുരുങ്ങിയ വാക്കിൽ പ്രജിത്ത് ഒന്ന് പരിചയപ്പെടുത്താമോ? കേന്ദ്ര സർക്കാർ 2019 ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ബിൽ 2014 സുപ്രീം കോടതിയുടെ ചരിത്രപ്രസിദ്ധമായ നൽസ വിധിക്ക് അനുബന്ധമായിട്ട് പാസ്സാക്കുകയുണ്ടായി. രാജ്യത്തെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശം സംരക്ഷിക്കുക, അവർക്ക് ആവശ്യമായ നിയമ സംരക്ഷണം, ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പാക്കുക, വിദ്യാഭ്യാസത്തിലും തൊഴിലും അടക്കമുള്ള പരിരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രൊവിഷൻസ് പറയുന്ന എന്നാൽ ഒരുപാട് പരിമിതികളുമുള്ള ഒരു ബില്ലായിരുന്നു, ഒരു നിയമമായിരുന്നു 2019 പാസ്സാക്കിയിരുന്നത്. കേരളം 2015 നൽസ വിധിക്ക് ശേഷം വളരെ സമഗ്രമായ ഒരു പോളിസി കേരളത്തിൽ നടപ്പിലാക്കുകയും വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരികയും ചെയ്യുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. ഈ ഒരു സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പുകളോ കമ്മ്യൂണിറ്റി കൺസൾട്ടേഷനോ ഇല്ലാതെ എടുപിടി എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് പുതിയൊരു ബില്ല് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി കേന്ദ്രത്തിലെ ശ്രീ ഡോക്ടർ വീരേന്ദ്രകുമാർ അവതരിപ്പിക്കുന്നത്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങുമ്പോൾ തന്നെ കമ്മ്യൂണിറ്റിക്ക് വലിയൊരു ആഘാതവും ഞെട്ടലുമായിരുന്നു. എന്താണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു ഭേദഗതി ഈ ഒരു നിയമത്തിൽ കൊണ്ടുവരേണ്ടത്, ഇതിൻ്റെ സാമൂഹിക പശ്ചാത്തലം എന്താണ്, ആവശ്യം എന്താണ്, കമ്മ്യൂണിറ്റിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ, കമ്മ്യൂണിറ്റി ഇത് ഇപ്പോൾ എന്തെങ്കിലും എമർജൻസി ഇതിനുണ്ടോ എന്ന രീതിയിൽ പോലും ചർച്ചകൾ നടക്കുകയുണ്ടായി. കമ്മ്യൂണിറ്റി അത്രയും ഒരു ഞെട്ടലിലായിരുന്നു ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്തുണ്ടായത്. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ 2019 വന്ന കേന്ദ്ര സർക്കാരിൻ്റെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമത്തെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്ന, അതിൻ്റെ ഗുണഫലങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു പുതിയ പരിഷ്കരണം, ഒരു ഭേദഗതിയാണ് ഈ പുതിയ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അത് ലോക്സഭയിലും രാജ്യസഭയിലും ഇപ്പോൾ പാസ്സായിരിക്കുകയാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലം എന്ന് പറയുന്നത്.